പരിശുദ്ധാത്മാവാം ദൈവമേ അങ്ങേക്കാരാധന. പിതാവിനും പുത്രനും സമനായ ദൈവമേ അങ്ങേക്കാരാധന. പരിശുദ്ധാത്മാവാം ദൈവമേ അങ്ങേക്കാരാധന. പിതാവിനും പുത്രനും സമനായ ദൈവമേ അങ്ങേക്കാരാധന. പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപബോധം നൽകുന്നത്. നമ്മുടെ മനസ്സിൽ രൂഢമൂലമായിരിക്കുന്ന, നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചില ചിന്തകളുണ്ട്. പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകും എന്ന ചിന്ത. എന്നാൽ നമ്മൾ മനസ്സിലാക്കി, പാപം ചെയ്താലും പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോവുകയില്ല. പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോയാൽ പിന്നെ പാപബോധം നൽകുന്നത് ആരാണ്? അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എത്ര പാപം ചെയ്താലും പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് വിട്ടുപോവുകയില്ല. കുമ്പസാരിക്കാൻ അനുതാപം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പാപബോധം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പാപത്തെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. കൃത്യമായി കുമ്പസാരിക്കാനുള്ള കൃപാവരം നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ആകയാൽ സ്വരമുയർത്തി ചേർന്ന് എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവിനെ ആരാധിക്കുക. പരിശുദ്ധാത്മാവാം ദൈവമേ അങ്ങേക്കാരാധന. പിതാവിനും പുത്രനും സമനായ ദൈവമേ അങ്ങേക്കാരാധന. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണു തുറന്ന് ഈശോയെ മാത്രം നോക്കിക്കൊണ്ട്, ഇതാ നമ്മുടെ മധ്യത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം, സാമീപ്യം. പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമേ അങ്ങേക്കാരാധന. സ്നേഹം സ്നേഹം സ്നേഹദാതാവേ അങ്ങേക്കാരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമേ അങ്ങേക്കാരാധന. സ്നേഹം സ്നേഹം സ്നേഹദാതാവേ അങ്ങേക്കാരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനെ അങ്ങേക്കാരാധന. ജീവൻ ജീവൻ ജീവദാതാവേ അങ്ങേക്കാരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനെ അങ്ങേക്കാരാധന. ജീവൻ ജീവൻ ജീവദാതാവേ അങ്ങേക്കാരാധന. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ തിരുവചനം പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. നമുക്ക് ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവ്, ആത്മീയമായ മരണത്തിൽ നിന്നും ആത്മീയമായ ജീവനിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുന്ന പരിശുദ്ധാത്മാവ്, നല്ല കുമ്പസാരത്തിലൂടെ, നല്ല അനുതാപത്തിലൂടെ, ഉറച്ച തീരുമാനത്തിലൂടെ നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവ്, അത് ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവാണ്. ചേർന്ന് പാടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവ
ജീവനെ അങ്ങേക്കാരാധന. ജീവൻ ജീവൻ ജീവദാതാവേ അങ്ങേക്കാരാധന. പിതാവിന്റെയും പുത്രന്റെയും ജീവനെ അങ്ങേക്കാരാധന. ജീവൻ ജീവൻ ജീവദാതാവേ അങ്ങേക്കാരാധന. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. പാപബോധം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. നല്ല കുമ്പസാരത്തിന് നമ്മെ ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആകയാൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന, നമ്മുടെ മനസ്സിൽ രജിസ്റ്ററായി കിടക്കുന്ന തെറ്റായ ആ ധാരണകളെയെല്ലാം നമുക്ക് ഈ സമയത്ത് മാറ്റാം. പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മെ വിട്ടുപോകുകയില്ല എന്ന ആ ഒരു വലിയ ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എത്ര പാപം ചെയ്താലും പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകുകയില്ല എന്ന ആ ചിന്ത മനസ്സിൽ ഉറപ്പിക്കുക, അത് അരക്കിട്ടുറപ്പിക്കുക. കാരണം പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപവർ നൽകുന്നത്. ചേർന്ന് പാടാം. പിതാവിനും പുത്രനും സമനാം ദൈവമേ അങ്ങേക്കാരാധന. ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ അങ്ങേക്കെന്നും ആരാധന. പിതാവിനും പുത്രനും സമനായ ദൈവമേ. പാടാം. പിതാവിനും പുത്രനും സമനായ ദൈവമേ അങ്ങേക്കാരാധന. ത്രിത്വത്തിൻ മൂന്നാമനാം ദൈവമേ അങ്ങേക്കെന്നും ആരാധന. ത്രിത്വിക ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പാടാം. പിതാവിനും പുത്രനും സമനാം ദൈവമേ അങ്ങേക്കാരാധന. ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ അങ്ങേക്കെന്നും ആരാധന. ആരാധിച്ച് പാടാം. പിതാവിനും ആരാധനയോടെ. പുത്രനും സമനായ ദൈവമേ അങ്ങേക്കാരാധന. ത്രിത്വത്തിൻ മൂന്നാമനാം ദൈവമേ അങ്ങേക്കെന്നും ആരാധന. ദൈവമേ ആരാധന. സ്വരമുയർത്തി. ദൈവമേ ആരാധന. സ്നേഹത്തോടെ സ്നേഹമേ ആരാധന. സ്നേഹമേ ആരാധന. ജീവനെ ആരാധന. ജീവനെ ആരാധന. ത്രിത്വമേ ആരാധന. ത്രിത്വമേ ആരാധന. കരങ്ങൾ രണ്ടും ഈശോയുടെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട്, ഈശോയുടെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട്, എത്ര കരുണ നിറഞ്ഞ ഒരു ദൈവമാണ് നമ്മുടെ മധ്യത്തിൽ ഇരിക്കുന്നത്. എത്രയോ പാപം ചെയ്തിട്ടും നമ്മുടെയൊക്കെ മനസ്സിൽ കിടക്കുന്ന ധാരണകളൊക്കെ ഉണ്ട്. പാപം ചെയ്താൽ ശിക്ഷ കിട്ടണം, അങ്ങനെ ഒരു ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ പറഞ്ഞു കിടക്കുന്നുണ്ട്. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ചെയ്ത പാപത്തിന് അനുസരിച്ച്, നിയമമനുസരിച്ചുള്ള ഈ ദൈവിക ബൈബിളിൽ കാണുന്ന നിയമം അനുസരിച്ചൊരു ശിക്ഷയാണ് നമുക്ക് ലഭിക്കുന്നെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുമോ? ഒരാൾ പോലും കാണത്തില്ല. നോക്കി, എത്ര വലിയ കരുണയാണ്. എത്ര വലിയ പാപം ചെയ്തിട്ടും കർത്താവിൻ്റെ കൈക്കുള്ളിൽ തന്നെ നമ്മൾ ആയിരിക്കുന്നു. ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു അപകടത്തിൽ പോലും പെടുത്താതെ, വളരെ കരുതലോടെ
തൻ്റെ കയ്യിൽ നമ്മെ വഹിക്കുന്ന ആ കർത്താവാണ് നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നത്. ആ കർത്താവിനെ രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ആ മഹാകരുണയെ സ്വരം ഉയർത്തി നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, എൻ്റെ പാപങ്ങൾക്കനുസരിച്ചുള്ള ശിക്ഷ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നീ ഭൂമിയിൽ ഉണ്ടാവുക പോലും ഇല്ലായിരുന്നു കർത്താവേ. എന്നാൽ അങ്ങയുടെ മഹാകരുണയാണ് എന്നെ താങ്ങി നിർത്തുന്നത്. ഓ കർത്താവേ, ഞാൻ ആരാധിക്കുന്ന യേശുവേ. ഓ യേശു, അങ്ങ് സ്നേഹം മാത്രമാണ്. അങ്ങയ്ക്ക് കോപിക്കാൻ അറിയില്ല. കോപിക്കാത്ത സ്നേഹമാണങ്ങ്. യേശുവേ, അങ്ങയെക്കുറിച്ചുള്ള തെറ്റായ അറിവുകൾ, തെറ്റായ ധാരണകൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന യേശു എല്ലാം വേരോടെ പറിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ആ പേപ്പർ കയ്യിലെടുത്ത് പിടിക്കുക. നിവർന്ന് നന്നായിട്ട് നിവർന്നൊക്കെ ഇരിക്കുക. ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാരി ഇരുന്നാൽ നമ്മൾക്ക് ക്ഷീണം ഉണ്ടാകും, ഉറക്കം വരും. നിവർന്ന് നേരെ തന്നെ ഇരിക്കുക. ദിവികാരുണ്യേശോ, ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് ശ്രവിക്കാം. അവിടുന്ന് ഇപ്പോൾ ഇപ്രകാരം നമ്മോട് പറയുന്നു: ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവനുഭവിച്ച വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു: നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്രകാരം പറയുന്നത്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. നാം എല്ലാവരും തന്നെ, മനുഷ്യവർഗം മുഴുവനും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് വേണ്ടി ഇപ്പോൾ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുന്ന നമുക്ക് ഏതാനും നിമിഷങ്ങൾ ശാന്തമായി നിശബ്ദമായി അവിടുത്തെ സന്നിധിയിലായിരിക്കാം. ഈ ധ്യാന ദിവസങ്ങളിൽ നാം അനുഭവിച്ചറിഞ്ഞതാണ് ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ നാം മറ്റൊരു കാര്യം കൂടി നാം അനുഭവിച്ചറിഞ്ഞു: പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി നമ്മിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു മനോഭാവത്തോടെ, കാരണം നാം അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതും ചോദിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം നമ്മുടെ മാനുഷികമായ ബുദ്ധിയിൽ രൂപം കൊള്ളുന്നതാണ്. എന്നാൽ പരിശുദ്ധാത്മാവാകട്ടെ
ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി, അതായത് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. നാം ഒരുപക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ പല മേഖലകളും നാം മറന്നുപോകും. അതല്ലെങ്കിൽ ചില പ്രാർത്ഥിക്കേണ്ട സംഗതികളെല്ലാം വിട്ടുപോകുകയോ അതല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ പരിശുദ്ധാത്മാവിന് എല്ലാം അറിയാം. ഈ ഒരു മനോഭാവത്തോടു കൂടി ഈശോയും പരിശുദ്ധാത്മാവും നമുക്ക് വേണ്ടി നമ്മിൽ പ്രാർത്ഥിക്കുന്നു എന്ന മനോഭാവത്തോടെ ഏതാനും നിമിഷങ്ങൾ നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കാം. ഈശോ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് നാം ഇപ്പോൾ പാടി ആരാധിച്ചതുപോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവ്, പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനായ പരിശുദ്ധാത്മാവ്, കർത്താവും ജീവദാതാവുമായ പരിശുദ്ധാത്മാവ്, അവിടുന്ന് നമ്മെ പിതാവും പുത്രനുമായുള്ള ഐക്യത്തിലേക്ക് നമ്മെ നയിക്കും. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മിൽ ലയിച്ചിരിക്കുന്ന ആ ദൈവീക സാന്നിധ്യത്തെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈശോ പ്രകാരം പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളിൽ വസിക്കുന്നു. ഒരിക്കലും വിട്ടുപിരിയാതെ അങ്ങ് ഞങ്ങളിൽ വസിക്കുന്നു.
പിതാവിൻ്റെയും പുത്രൻ്റെയും ആ സ്നേഹത്തിലേക്ക്, ഐക്യത്തിലേക്ക്, അവരുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ. ദൈവം കരുണ മാത്രമാണ്. ദൈവത്തിൻ്റെ പേര് കരുണ എന്നാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുന്നതിന് വേണ്ടി പിതാവിനോടും പുത്രനോടും നമ്മെ ഐക്യപ്പെടുത്തി നമ്മുടെ ആത്മാവിനെ പരിശുദ്ധ ത്രിത്വവുമായി ലയിപ്പിക്കുന്നു. മാതാവ് തൻ്റെ സ്തോത്രഗീതത്തിൽ പ്രകാരം പാടുന്നുണ്ട്: തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവിടുന്ന് വാക്കുമാറുന്നവനല്ല. നമ്മുടെ ഹൃദയത്തിലുള്ള ത്രിത്വിക ദൈവത്തിൻ്റെ ആ ലയനം അനുഭവിച്ചുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവത്തിൻ്റെ സർവാധിപ ശക്തിയെക്കുറിച്ച് അല്പനേരം ധ്യാനിക്കാം. ഈ പ്രപഞ്ചം മുഴുവൻ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചവനാണ് ദൈവം. കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്ന് വിശ്വാസം മൂലം നാം അറിയുന്നു. രൂപരഹിതവും ശൂന്യവുമായ അവസ്ഥയിൽ നിന്നാണ് ദൈവമെല്ലാം സൃഷ്ടിച്ചത്. ദൈവത്തിന് അന്ധകാരത്തിൽ നിന്ന് പ്രകാശമുണ്ടാക്കാൻ കഴിയും. നമ്മിൽ എത്രമാത്രം അന്ധകാരമുണ്ടായിക്കൊള്ളട്ടെ, എന്നാൽ ദൈവത്തിന് ഒന്നും അസാധ്യമായില്ല. സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നുണ്ട്, സങ്കീർത്തനം 136 കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദേവന്മാരുടെ ദേവന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ജ്ഞാനം കൊണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് സമുദ്രത്തിനു മേൽ ഭൂമിയെ വിരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. മഹാദീപങ്ങളെ അവിടുന്ന് സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്.
പകലിനെ ഭരിക്കാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. രാത്രിയെ ഭരിക്കാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. വിശുദ്ധ കുർബാന മധ്യേ നാം ഇപ്രകാരം പാടുന്നുണ്ട്: ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഈ ഭൂലോക സ്വർഗം മുഴുവനും നിറഞ്ഞിരിക്കുന്ന അത്രിത്വൈക ദൈവത്തെ നമുക്കൊരു നിമിഷം സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പിതാവേ സ്തോത്രം, പിതാവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭൂലോക സ്വർഗം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദൈവമേ, പിതാവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഭൂലോക സ്വർഗം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഭൂലോക സ്വർഗം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറയുന്നു: ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നമുക്ക് ഈ സമയം നമ്മിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാം. ഈശോയാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകളാണ് നാം. ഒരു മുന്തിരി അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ശാഖകൾ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. അത് തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്നു എന്നേ ഉള്ളൂ. തായ്തണ്ടിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കാൻ ആവശ്യമായ ജീവരസം ഒഴുകുന്നു, യാതൊരു തടസ്സങ്ങളുമില്ലാതെ. നാം എല്ലാവരും ഈശോയാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖകളാണ്. നമ്മെ വിശുദ്ധീകരിക്കുന്നതിനും നമ്മിൽ ഫലം പുറപ്പെടുവിക്കുന്നതിനുമുള്ള എല്ലാ ജീവരസവും എല്ലാ വരദാന ഫലങ്ങളും ഒഴുകുന്നത് ഈശോയാകുന്ന തായ്തണ്ടിൽ നിന്നാണ്. ഈശോയിൽ നിന്ന് ഈ വലിയ ശക്തി, ജീവരസം നമ്മിൽ പ്രവഹിക്കുന്നതിന് വേണ്ടി, ആ ജീവരസം നമ്മിലേക്ക് പ്രവഹിക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അപരിമേയമായ ആ ശക്തി അനുഭവിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സന്നിധിയിലായിരിക്കാം. നമ്മുടെ ആത്മാവ് ദൈവാത്മാവുമായി ലയിച്ചു ചേർന്നിരിക്കുന്നു. നമ്മിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം.
ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. നമുക്കിപ്പോൾ നമ്മുടെ ആത്മാവുമായി ലയിച്ചിരിക്കുന്ന ആ പരിശുദ്ധ ത്രിത്വത്തിന് നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ, അതിൻ്റെ വിവിധ മേഖലകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് അതിൻ്റെ വിശുദ്ധീകരണത്തിനായി പ്രാർത്ഥിക്കാം. ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും അറിയാം ഏതെല്ലാം മേഖലകളിലാണ് നമുക്ക് വിശുദ്ധീകരണം ആവശ്യമുള്ളതെന്ന്. അവിടുന്ന് തന്നെ നമ്മെ കഴുകി വിശുദ്ധീകരിച്ചുകൊള്ളും. നമ്മുടെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ആത്മാവിൽ പരിശുദ്ധ ത്രിത്വം ലയിക്കുന്നതിന് ദൈവാത്മാവ് ഞങ്ങളുടെ ആത്മാവുമായി ലയിക്കുന്നതിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ആത്മാവുമായി ഒന്നായി ലയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മാവ് ദൈവാത്മാവിൽ ലയിക്കുന്നതിന് തടസ്സമായി നമ്മെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവെ, ഞങ്ങളെക്കാൾ കൂടുതലായി അങ്ങേക്കറിയാം. എല്ലാ തടസ്സങ്ങളെയും മറികടക്കാൻ പോന്ന അപരിമേയമായ ശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റേത്. ആ വലിയ ശക്തിയിൽ നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ മനസ്സാക്ഷിയെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മനസ്സാക്ഷിയിൽ ഒരുപാട് തെറ്റായ ബോധ്യങ്ങളുണ്ട്. ദൈവത്തെക്കുറിച്ച് തന്നെ ദൈവം കർക്കശനായ ഒരു പിതാവാണ് എന്നാണ് ഞങ്ങളൊക്കെ ഇത്ര നാളും വിചാരിച്ചിരുന്നത്. എന്നാൽ തിരുവചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കി, അങ്ങ് കാരുണ്യവാനാണ്. കരുണയുടെ വാതിൽ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തുറന്നിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മനസ്സാക്ഷിയിൽ പിതാവായ ദൈവത്തെക്കുറിച്ചും ഈശോയെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുമെല്ലാം പാപം ചെയ്യുമ്പോഴും ഞങ്ങളെ വിട്ടുപോകുന്ന ഒരു പരിശുദ്ധാത്മാവിനെക്കുറിച്ചൊരു ധാരണ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഒരു ധാരണ ഞങ്ങളുടെ മനസ്സിലും മനസ്സാക്ഷിയിലും ഉണ്ടായിരുന്നു. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. ഈ പൂർണ്ണമായവയെക്കുറിച്ചുള്ള അറിവ് ഞങ്ങൾക്ക് നൽകുന്നത് അങ്ങ് തന്നെയാണ്. ഇപ്പോൾ ഇതാ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ആ വലിയ അറിവ്, ആ വലിയ ജ്ഞാനം അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കി. ഇതാ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ വലിയൊരു ഭാരം അങ്ങ് എടുത്തു മാറ്റിയിരിക്കുന്നു.
അങ്ങ് കരുണയുള്ള പിതാവാണ്, കോപിക്കുന്ന ഒരു ദൈവമല്ല. ആർദ്ര ഹൃദയനാണ് അവിടുന്ന്. നമ്മുടെ മനസ്സിൻ്റെ വിവിധ തലങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ അബോധ മനസ്സ്, ഉബോധ മനസ്സ്, ബോധ മനസ്സ്, ഇവയിലെല്ലാം ഉള്ള എല്ലാറ്റിനെയും കർത്താവെ, വിശുദ്ധീകരിക്കപ്പെടേണ്ടവ വിശുദ്ധീകരിച്ച്, ശക്തീകരിക്കപ്പെടേണ്ടവ ശക്തീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് അവിടുത്തെ സന്നിധിയിലായിരിക്കാം. നമ്മുടെ മനസ്സിൻ്റെ എല്ലാ മേഖലകളെയും നാം സമർപ്പിച്ചാൽ മാത്രം മതി. കഴുകേണ്ടതൊക്കെ അവിടുന്ന് കഴുകിക്കോളും. മണ്ണിൽ കളിച്ചു വരുന്ന കൊച്ചുകുട്ടികൾ മാതാപിതാക്കളോട് എന്നെ കുളിപ്പിക്കണം, അതല്ലെങ്കിൽ ഏത് ഭാഗത്തൊക്കെയാണ് കഴുകേണ്ടതെന്ന് പറയേണ്ട ആവശ്യമില്ല. അമ്മയ്ക്കെല്ലാം അറിയാം. പ്രവാചക ഗ്രന്ഥങ്ങളിലെല്ലാം ഈശോയെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവെന്ന് നാം കേൾക്കുകയുണ്ടായി. സങ്കീർത്തനങ്ങളും പ്രവാചകന്മാരിലും നിയമഗ്രന്ഥങ്ങളിലുമെല്ലാം എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പൂർത്തിയാകേണ്ടേ? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെയും നമ്മെ കഴുകി വിശുദ്ധീകരിക്കാൻ പോകുന്ന ആ വലിയ ദൈവശക്തിയെക്കുറിച്ച്, ഈശോയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഇപ്രകാരം പറയുന്നു: ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും. നാം അല്ല നമ്മെ കഴുകുന്നത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. എൻ്റെ സ്വർഗീയ പിതാവിനാൽ നടപ്പെടാതെ നിങ്ങളിലുള്ള എല്ലാ ചെടികളും പറിച്ചു കളയുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. കർത്താവേ, ഞങ്ങളുടെ തന്നെ വിശുദ്ധീകരണം അത് ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന ഒരു ചിന്തയായിരുന്നു. ഞങ്ങളിലേക്ക് തന്നെ നോക്കുമ്പോൾ ഞങ്ങളിലെ അന്ധകാരമാണ് ഞങ്ങൾ കാണുന്നത്. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരൻ, ആ കാവൽക്കാരന് ഒരിക്കലും രാത്രിയെ മാറ്റാൻ സാധിക്കുകയില്ല. എന്നാൽ അവന് ഒരു കാര്യം ചെയ്യാം, പ്രഭാതം വരും എന്ന പ്രത്യാശയിൽ അവൻ കാത്തിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വിശുദ്ധീകരണവും ഞങ്ങളിലുള്ള അന്ധകാരവും ഞങ്ങൾ തന്നെയാണ് എടുത്തു മാറ്റേണ്ടത് എന്നൊരു ചിന്ത ഞങ്ങളിലുണ്ടായിരുന്നു. എന്നാൽ അവിടുന്നാണ് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവം. അങ്ങയുടെ സ്നേഹത്തിൻ്റെ കൽപ്പന പാലിക്കാൻ ഇപ്പോൾ ഞങ്ങൾ ശക്തരല്ല. എന്നാൽ അവിടുന്ന് തന്നെ അതിനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകും. ഞങ്ങളത് വിശ്വസിക്കുന്നു. കർത്താവേ,
ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുന്നവൻ അങ്ങാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ നിയമം നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. നിന്നെ വിളിച്ചവൻ പരിശുദ്ധനെങ്കിൽ നീയും പരിശുദ്ധനായിടണം. നിന്നെ വിളിച്ചവൻ പരിശുദ്ധനെങ്കിൽ നീയും പരിശുദ്ധനായിടണം. ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ എനിക്ക് നിനക്ക് എന്നോട് പങ്കില്ല. നമുക്കിപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ചിന്തയെയും ഭാവനയെയും, നമ്മുടെ ലൈംഗികതയെ, ഇതെല്ലാം നമ്മിൽ ലയിച്ചിരിക്കുന്ന ആ പരിശുദ്ധ ത്രിത്വത്തിന് സമർപ്പിച്ച് ഈ മേഖലകളുടെ എല്ലാം വിശുദ്ധീകരണത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ, ആന്തരികവും ബാഹ്യവുമായ നമ്മുടെ കണ്ണുകളെ, അതുപോലെ തന്നെ ആന്തരികവും ബാഹ്യവുമായ നമ്മുടെ കാതുകൾ, നമ്മുടെ നാവ്, നമ്മുടെ ത്വക്ക്, മൂക്ക്, നമ്മുടെ ശ്വസനം, നമ്മുടെ ചിന്ത, ഭാവന, നമ്മുടെ ശരീരം, ശരീരത്തിലെ ഓരോ അവയവങ്ങൾ, നമ്മുടെ ലൈംഗികതയെ, നമ്മുടെ അനുദിന ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളെയും, നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളെയും എല്ലാം ഭാവിയെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ചോ സഹോദരങ്ങളെക്കുറിച്ചോ ഒക്കെയുള്ള നമ്മെ ആകുലപ്പെടുത്തുന്ന ചിന്തകൾ ഈശോയ്ക്ക് അതെല്ലാം അറിയാം. ഈ എല്ലാ മേഖലകളും ഈശോയ്ക്കറിയാം. അവിടത്തേക്കെല്ലാം അറിയാം. നമുക്ക് അതൊന്ന് സമ്മതിച്ചു കൊടുക്കാവോ?
നമ്മുടെ കയ്യിൽ നാം പിടിച്ചു വച്ചിരിക്കുന്നതെല്ലാം ഈ നിമിഷം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെയും ഈശോയുടെയും മുൻപിൽ ഇതാ പിതാവായ ദൈവം നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി വച്ചിരിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുൻപേ തന്നെ ഈ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് ഈശോയും പരിശുദ്ധാത്മാവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ പിതാവായ ദൈവം നാം ആഗ്രഹിക്കുന്നതിലും നാം ചോദിക്കുന്നതിലും വളരെ കൂടുതൽ, വളരെ വലിയ കാര്യങ്ങൾ, നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ അതെല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട്. നമുക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. നാം ആകുലപ്പെടുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മേക്കാൾ കൂടുതൽ അതിൻ്റെ പരിഹാര മാർഗങ്ങളെല്ലാം അറിയുന്നത് പരിശുദ്ധ ത്രിത്വത്തിനാണ്. ഈ പരിശുദ്ധ ത്രിത്വമാണ് നമ്മുടെ ആത്മാവിൽ ഒന്നായി ലയിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും അങ്ങ് കഴുകി വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും ഞങ്ങൾക്ക് ആവശ്യമുള്ള കൃപാവരം അങ്ങ് ഞങ്ങളെ നിറയ്ക്കുന്നുവെന്നും ഞങ്ങളുടെ ചിന്തയിലും ഭാവനയിലും അങ്ങ് മാത്രം നിറഞ്ഞു നിൽക്കത്തക്ക വിധത്തിൽ അങ്ങ് ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റും. യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. ഈശോയെ, ആ പ്രവൃത്തിയെല്ലാം അങ്ങ് തന്നെ ചെയ്തു. പച്ചവെള്ളത്തെ അങ്ങ് വീഞ്ഞാക്കി മാറ്റിയതുപോലെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച എല്ലാ മേഖലകളെയും അങ്ങ് പുതുവീഞ്ഞാക്കി മാറ്റണമേ. പഴയ വീഞ്ഞ് കുടിച്ചിരിക്കുന്നവരാണ് ഞങ്ങൾ പറയുന്നു അതാണ് നല്ലത്, ഞങ്ങൾക്കത് മതി. എന്നാൽ ഇതാ പുതിയ വീഞ്ഞുമായി അവിടുന്ന് ഞങ്ങളുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്നു. കർത്താവേ, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് അങ്ങയെ തന്നെ ഞങ്ങൾക്ക് തരുന്നത്, അത് വിശ്വാസത്തിൻ്റെ തികവിൽ കർത്താവേ, ഞങ്ങളുടെ ആന്തരികവും ബാഹ്യവുമായ കണ്ണുകൾ കൊണ്ട് അങ്ങയെ കാണത്തക്ക വിധം ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആന്തരികവും ബാഹ്യവുമായ കാതുകൾ കൊണ്ട് അങ്ങയെ ശ്രവിക്കത്തക്ക വിധം കർത്താവെ, അങ്ങയുടെ സ്പർശനം അനുഭവിക്കത്തക്ക വിധം കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കത്തക്ക വിധം ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെയും ഞങ്ങളുടെ ശരീരത്തെയും, ഞങ്ങൾ ഒരുപാട് രോഗികളാണ് ഈശോയെ, ഒരുപാട് വേദനകൾ, രോഗങ്ങൾ, ഇതെല്ലാം ഞങ്ങളെ അലട്ടുന്നു. എന്നാൽ ഞങ്ങളുടെ ശരീരത്തിലുള്ള രോഗാണുക്കളുടെ മേൽ അങ്ങേക്ക് അധികാരമുണ്ട്. കർത്താവെ, എന്തിനു വേണ്ടി അങ്ങെല്ലാം ഞങ്ങൾക്ക് അനുവദിക്കുന്നുവെന്ന് അത് അങ്ങേക്ക് മാത്രം അറിയാം. ദൈവമെല്ലാം ഉപരിനന്മയ്ക്കായി മാറ്റുന്നു. തിരുരക്തത്താൽ കഴുകണമേ നിത്യാത്മാവേ എൻ ഹൃദയം. ചേർന്ന് തിരുരക്തത്താൽ കഴുകണമേ നിത്യാത്മാവേ
നിത്യാത്മാവേ എൻ ഹൃദയം പുതിയൊരു ഹൃദയം നൽകണമേ. ദൈവത്തിനാലയമാക്കണമേ. പുതിയൊരു ഹൃദയം നൽകണമേ. ദൈവത്തിൻ ആലയമാക്കണമേ. വിശുദ്ധി വിശുദ്ധി വിശുദ്ധിയാം പരിച അചയ്യമാമൊരു പരിച. നിർമ്മല ഹൃദയർ ഭാഗ്യവാന്മാർ ദൈവത്തെ അവർ കാണും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. രണ്ട് കൈ നന്നായിട്ട് ഉയർത്തി പിടിച്ചുകൊണ്ട് നന്നായിട്ട് നിവർത്തി പിടിച്ച് വലിഞ്ഞ് നമ്മുടെ ശരീരം ഒന്ന് ലൂസാകട്ടെ. കൈ ഒന്ന് വലിച്ചു പിടിച്ചുകൊണ്ട് സ്വരമുയർത്തി, ഇതാ പുതിയ വീഞ്ഞ് വന്നു കഴിഞ്ഞു, പഴയത് കടന്നുപോയി. നമ്മൾ അതിനെക്കുറിച്ചെല്ലാം വചനത്തിലൂടെ ഇനിയും കൂടുതൽ കാര്യങ്ങൾ കേൾക്കും. പഴയ വീഞ്ഞ്, പുതിയ വീഞ്ഞ്. ആ പഴയ വീഞ്ഞ് കുടിച്ച് ശീലിച്ച ആളുകൾ അത് മാത്രമാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഇതാ ഇവിടെ പുതിയ വീഞ്ഞ് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് യേശു പറഞ്ഞ വചനമാണ്. നമുക്കിപ്പോൾ കർത്താവ് ഇതിൻ്റെ എല്ലാം ചുരുളുകൾ അഴിഞ്ഞ്, എല്ലാ ചുരുളുകളും അഴിഞ്ഞ് വലിയ വെളിച്ചം, വെളിവ്, ജ്ഞാനം ഞങ്ങൾ നിറയാൻ ആഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ സ്തോത്രം കർത്താവേ, സ്തോത്രം യേശുവേ. വിശുദ്ധീകരിക്കണമേ, പഴയതെല്ലാം കടന്നു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. യേശുവേ, സ്തുതി യേശുവേ. വിശുദ്ധി വിശുദ്ധി വിശുദ്ധിയാം പരിച അചയ്യമാമൊരു പരിച. നിർമ്മല ഹൃദയർ ഭാഗ്യവാന്മാർ ദൈവത്തെ അവർ കാണും. ഇരിക്കാം, ഇരിക്കാം, ഇരിക്കാം. നമ്മെ വിശുദ്ധീകരിച്ച ദൈവം നമ്മെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നാം ആർക്കും വേണ്ടി പ്രാർത്ഥിക്കരുത്. നമ്മിൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും നിറയുന്നതിന് വേണ്ടി നമ്മിൽ വസിക്കുന്ന ആ പരിശുദ്ധ ത്രിത്വത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ആ ലയനത്തിലായിരിക്കാം. തായ്തണ്ടിൽ നിന്ന് ജീവരസം ശാഖയിലേക്ക് ഒഴുകുന്നു. നാം അത് സ്വീകരിച്ചാൽ മാത്രം മതി. മുന്തിരിയുടെ ഫലമുണ്ടാകുന്നത് തായ്തണ്ടിലല്ല, മറിച്ച് അതിൻ്റെ ശാഖയിലാണ്. ഈശോയാകുന്ന തായ്തണ്ടിനോട് ചേർന്നിരിക്കുന്നവരാണ് നാം.
നമുക്കൊരുപാട് ആകുലതകളുണ്ട്. എന്തുകൊണ്ട് ഈ ഫലങ്ങളൊന്നും ഞങ്ങളിൽ ഉണ്ടാകുന്നില്ല, അതല്ലെങ്കിൽ അതനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നതൊക്കെ. തായ്തണ്ടിൽ നിന്ന് നമ്മിലേക്ക് ഒഴുകുന്ന ആ ജീവരസം അത് നമുക്ക് സ്വീകരിക്കാം. പലപ്പോഴും ഞങ്ങളിൽ എന്ത് ഫലം ഉണ്ടാകണമെന്ന് ഞങ്ങൾ തന്നെ തീരുമാനിക്കാറുണ്ട്. കർത്താവേ, ഞങ്ങൾ ഉദ്ദേശിച്ച ഫലം ഞങ്ങളിൽ നിന്ന് പുറപ്പെടാതെയാകുമ്പോൾ ഞങ്ങൾക്ക് നിരാശയുണ്ടാകുന്നു. എന്നാൽ ഞാൻ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണെന്ന് ഈശോ നമ്മോട് പറയുന്നു. നാം എല്ലാവരും മുന്തിരിയുടെ ഫലത്തിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഒരു മുന്തിരിച്ചെടിയുടെ യഥാർത്ഥ ഫലം മുന്തിരിപ്പഴമല്ല, മറിച്ച് വീഞ്ഞാണ്. അതുകൊണ്ട് ഒരു കൃഷിക്കാരൻ ഒരു മുന്തിരിച്ചെടിയെ വെട്ടിയൊരുക്കുമ്പോൾ നല്ല മുന്തിരിഫലം പുറപ്പെടുവിക്കും. അതിൽ നിന്ന് എത്രയും വീര്യമുള്ളതും മേന്മയുള്ളതുമായ വീഞ്ഞുണ്ടാക്കാം എന്നതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു മുന്തിരിച്ചെടിയെ വെട്ടിയൊരുക്കുന്നത്. എന്നാൽ നാം ആകട്ടെ ഈ മുന്തിരിയുടെ ഫലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകണം. നല്ല വീര്യമുള്ള വീഞ്ഞായി നമ്മെ മാറ്റണം എന്നതാണ് ഈശോയുടെയും പരിശുദ്ധാത്മാവിൻ്റെയും നമ്മെ വെട്ടിയൊരുക്കുന്ന ആ പിതാവിൻ്റെയും ആഗ്രഹം. അതിനുവേണ്ടി നാം പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. തായ്തണ്ടിൽ നിന്ന് വരുന്ന ആ ജീവരസം നാം സ്വീകരിച്ചാൽ മാത്രം മതി.